25,000 നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്നു. ഓൾ ആർ എക്സ്പെക്ടിങ് ഫോർ എ ബുള്ളിഷ് റാലി ടു 26,000, റൈറ്റ്? ഈ സിംഗ്ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് തിരിച്ച് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ സുനിൽ ഈസ് എക്സ്പെക്ടിങ് എ ബെയറിഷ് മൂവ്മെന്റ് ഇൻ നിഫ്റ്റി. വിശ്വാസം വന്നില്ലല്ലോ. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ന്യൂസസ് ബേസ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി ഒരു കറക്ഷൻ ഫേസിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് തോന്നുന്നു. ഉറപ്പിക്കാറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടുത്ത ബുൾ റാലി മാർക്കറ്റിൽ വരണം. ബുൾ റാലി വരുമ്പോൾ അവരെ ലീഡ് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. അങ്ങനെ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഇങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ജെയിൻ സ്ട്രീറ്റ് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? വലിയ കാര്യമായിട്ടുള്ളൊരു മാർക്കറ്റിൽ ജെയിൻ സ്ട്രീറ്റിന് മുൻപും ജെയിൻ സ്ട്രീറ്റിന് ശേഷം എന്ന് തരംതിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജെയിൻ സ്ട്രീറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ എല്ലാ ടൈപ്പ് ഓഫ് മാനിപ്പുലേറ്റേഴ്സും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റ് അതിന്റെ തനി നിറം കാണിച്ചു സൈഡ് വേസ് മൂവ്മെന്റ് കണ്ടിന്യൂ. അതെ, ഞാനിങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ് ജെയിൻ സ്ട്രീറ്റിനോട് തിരിച്ചു വരാൻ പറ, എങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ്മെന്റ് ചെയ്യിപ്പിക്കും. തീർച്ചയായിട്ടും. കാരണം അത്രയും സ്ലോ മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആക്ച്വലി മാർക്കറ്റ് ഗ്രാജുവലി നല്ല ഡീസൻറ്റ് പ്രൈസ് ആക്ഷൻസ് ഇൻക്ലൂഡിങ് ഇന്ന് 3 ദിവസമായിട്ട് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളായിട്ട് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഡീസൻറ്റ് പ്രൈസ് ആക്ഷൻസ് തന്നു. ഇന്നത്തേക്ക് പ്രൈസ് ആക്ഷൻ വളരെ രസകരമായിട്ട്. എനിക്ക് ഇന്നലെ ആഫ്റ്റർ ബ്രേക്ക് ഔട്ട് ഭയങ്കര ഒരു അല്ലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോയ അല്ല ഇന്നലെ ലോ ആണ്, മിനിഞ്ഞാന്നാണ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോയത്. ഇന്നലെ ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഡീസൻറ്റ് മൂവ്മെന്റ്, ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഫോമായിട്ട് ചൊവ്വാഴ്ച കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഫോമായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ടാർജറ്റ്സ് പെർഫെക്റ്റ്ലി 3 മിനിറ്റ്സിൽ കപ്പ് ആൻഡ് ഹാൻഡിലും അതിൻ്റെ ടാർജറ്റ്സും ആണ് പോയി. ഇന്നലെ കൃത്യമായിട്ട് ലോ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ്, ഇന്നും ലോ ബ്രേക്ക് ചെയ്ത് ഒരു ചെറിയ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്. 3 മണിക്ക് എക്സ്പയറി ഒക്കെ ആകുമ്പോഴേക്കും 2:30-3 മണിയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ബൗൺസ് ബാക്ക് മാത്രമാണ് ടെമ്പററി വന്നത്. പക്ഷെ ഇത് ജെയിൻ സ്ട്രീറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഈ സമയത്ത് ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിന് വേണ്ടി നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിച്ച് ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ കാണിച്ച് ബൗൺസ് കാണിച്ച് നമ്മളെ ടെൻഷൻ എടുപ്പിക്കണം. ഇത് വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ട് വളരെ ഡീസൻറ്റ് മൂവ് തന്നു എന്നുള്ളത് നമുക്ക് മെന്റലിയും ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ലാസ്റ്റ് 3 days ഈസ് പെർഫെക്റ്റ്ലി അടിപൊളി എന്നുള്ളതാണ്. ബട്ട് ഓവറോൾ മാർക്കറ്റ് വ്യൂ എന്താണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സ്റ്റോക്സിലൊക്കെ രാവിലെ ഇന്ന് നല്ലൊരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഉച്ചയായപ്പോഴേക്കും അത് പോയി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിഫ്റ്റി എങ്ങും പോയില്ല. നിഫ്റ്റി ആ ഒരു ലെവലിൽ നിന്നിട്ട് പോലും സ്റ്റോക്സിൽ ചെറിയ ഹൈക്ക് വന്ന് നിന്നിട്ട് താഴത്തേക്ക് വീഴാണ് ചെയ്തത്. അപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഔട്ട് തന്നു, 25,000 നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്നു. ഓൾ ആർ എക്സ്പെക്ടിങ് ഫോർ എ ബുള്ളിഷ് റാലി ടു 26,000, റൈറ്റ്? അങ്ങനെയാണ് എല്ലാവരും എക്സ്പെക്ട് 26,000. അതെ, 26,000 അത് തന്നെ. പക്ഷേ കറണ്ട് സിറ്റുവേഷൻസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾ എടുക്കും? കാരണം ഞാൻ 26,300 വരും എന്ന് പറഞ്ഞ ആളാണ്. അപ്പം ഈ പറഞ്ഞ 25,600 മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നില്ല. പക്ഷെ കറണ്ട് സിറ്റുവേഷൻസിൽ ഞാൻ നോക്കുന്ന ചില ഡാറ്റാ പോയിൻറ്റ്സ്, ഞാൻ എന്താണ് ഞാൻ നോക്കുന്ന ഡാറ്റാ പോയിൻറ്റ്സ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്ന ഡാറ്റാ പോയിൻറ്റ്സ് മാർക്കറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിഫ്റ്റി 50-ലെ ഭൂരിഭാഗം സ്റ്റോക്കുകളും 200 DMA അല്ലെങ്കിൽ 200 EMAയ്ക്ക് മുകളിലാണോ? ഇതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞാൻ നോക്കുന്ന ഡാറ്റാ പോയിൻറ്റ്സ്. ഈ കറണ്ട് സിറ്റുവേഷൻസിൽ സെനാരിയോ ബാഡായി വരുന്നൊരു ഫീലാണ് എനിക്കുള്ളത്. നിഫ്റ്റി 500 ആണ് നമ്മൾ പിന്നെ രണ്ടാമത് നോക്കുന്നത്. നിഫ്റ്റി 500-ലും കൂടുതൽ സ്റ്റോക്കുകൾ ബിലോ 200 മൂവിങ് ആവറേജിലോട്ട് വന്നു. നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് നോക്കുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് വീക്കായി വരുന്നൊരു ഫീലാണ് എനിക്ക് തരുന്നത്. കറണ്ട് സിറ്റുവേഷൻസിൽ ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് 25,355 എന്ന് പറയുന്നൊരു സ്വിംഗ് ലോയിലാണ്. ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് തിരിച്ച് 25,000-ലോട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ സുനിൽ ഈസ് എക്സ്പെക്ടിങ് എ ബെയറിഷ് മൂവ്മെന്റ് ഇൻ നിഫ്റ്റി. വിശ്വാസം വന്നില്ലല്ലോ, ബെയറിഷ് ആകുമെന്ന് വിശ്വാസം വരുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചോദിച്ചു, നമ്മുടെ ഓഫീസിലെ പിള്ളേരോടൊക്കെ ചോദിച്ചു ഒരു കറക്ഷൻ വരും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്കും ഒരു കറക്ഷനും വരുന്ന ഒരു ഫീലേ ഇല്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും 26,300-ലോട്ട് ഇങ്ങനെ കണ്ണും നട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുള്ളിഷ് മൊമെൻ്റം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് മാർക്കറ്റ് ബെയറിഷ് ആവുക? ശരിക്കും എല്ലാവരും ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ്. സോ എനിക്ക് തോന്നുന്നു ഞാൻ നോക്കുന്ന ഡേറ്റാ പോയിന്റ്സ് മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റ് ബ്രെഡ്ത്ത് വീക്കർ ആകുന്നത് ഒരു ചെറിയ ബിയറിഷ്നെസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആണോ? തീർച്ചയായിട്ടും എനിക്ക് ഡെയിലി ടൈം ഫ്രെയിം കിട്ടി നോക്കുമ്പോൾ ജസ്റ്റ് ആ ലെവലിൽ നിന്നൊരു റിജക്ഷൻ മോഡാണ്, ഡിസ്ട്രിബ്യൂഷൻ ആണോ? അതെ അതെ. ഇന്നത്തെ ക്യാൻഡിൽ ഉൾപ്പെടെ
അങ്ങനെയാണ്. ഇന്നത്തെ ക്യാൻഡിലും ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ അതിനൊരു ഫോളോ അപ്പ് വന്നാൽ എനിക്ക് തോന്നുന്നു ആ ഒരു 25,000 ആണ് നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് 24,800 to 25,000. എനിക്ക് തോന്നുന്നു ആ 25,000 ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ വന്നില്ലായിരുന്നു ഡെയിലി. അത് അവിടെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു, 24,500 to 25,000 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച്. ആ റേഞ്ചിലോട്ട് മാർക്കറ്റ് ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് ഇന്ന് TCSന്റെ റിസൾട്ട് ഉണ്ട് ഇന്ന് വൈകുന്നേരം. IT കമ്പനികളുടെ റിസൾട്ട് എന്തായാലും മോശമായിരിക്കും, ഉറപ്പാണ്. സുല്ലെന്ത് സന്തോഷത്തോടെയാണ് IT സെക്ടറിന്റെ റിസൾട്ട്. അല്ല, എന്തായാലും IT കമ്പനികൾ എല്ലാവരും എക്സ്പെക്റ്റഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? IT കമ്പനികൾക്ക് ലാഭം കിട്ടുന്നത് US നിന്നാണ്. US ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അവിടുത്തെ കമ്പനികൾ ആദ്യം ചെലവ് ചുരുക്കും. ചെലവ് ചുരുക്കുമ്പോൾ ആദ്യം അവർ ചെലവ് ചുരുക്കുന്നത് ഒന്ന് IT ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും. ഇത് TCS പോലുള്ള നമ്മുടെ IT കമ്പനികളെ US ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ IT കമ്പനികളെ ബാഡായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ ക്വാർട്ടർ Q1 IT കമ്പനികൾക്ക് മോശമാകാൻ തന്നെയാണ് സാധ്യത. ഫിനാൻസും മറ്റ് മേഖലകൾക്കും എങ്ങനെയാണ് ഇനി റിസൾട്ട് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. Q1 റിസൾട്ടിൻ്റെ വീക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് വ്യൂ പ്രീ ഡിഫൈൻഡ് അല്ല, ഈ പറഞ്ഞ റിസൾട്ടുകൾ അനുസരിച്ച് ചിലപ്പോൾ മാറി മറഞ്ഞു എന്ന് വന്നേക്കാം. റിലയൻസിന് ഇന്നലെ സംഭവിച്ചൊരു നെഗറ്റിവിറ്റി കൂടിയുണ്ട്. ഇന്നലെ 5 കൊല്ലത്തേക്ക് നമ്മുടെ സ്റ്റാർലിങ്കിനുള്ള അനുമതി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റാർലിങ്ക് ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് പോഡ്കാസ്റ്റിൽ പറയുമ്പോൾ പലരും പറഞ്ഞു സ്റ്റാർലിങ്കിൻ്റെ റേറ്റ് കൂടുതലാണ്, ജിയോ ആയിട്ട് സ്റ്റാർലിങ്കിന് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ പുറത്ത് വരുന്ന പല കാര്യങ്ങളും സ്റ്റാർലിങ്ക് റേറ്റ് കുറച്ചിട്ട് ഒരു പക്ഷേ കോമ്പറ്റീറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ജിയോയ്ക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ താഴെ വന്നു. മാത്രമല്ല റിലയൻസിൽ മറ്റൊരു കാര്യം കൂടി, ഈ പറഞ്ഞ ജിയോ ഒക്കെ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ റോയിറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജിയോ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ ഒരു വാല്യൂ അൺലോക്കിംഗ് റിലയൻസിൽ ഉണ്ടാവില്ല എന്നുള്ളതും റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിനെ ഒന്ന് താഴത്തോട്ട് വലിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പൊരു 2 മാസം മുമ്പത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനലിസ്റ്റുകൾ റിലയൻസിൻ്റെ വാല്യൂ 1,800 വരെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത്. അന്ന് റിലയൻസിൻ്റെ വാല്യൂ 1,300 എന്തോ ആയിരുന്നു. ഇപ്പോൾ 1,500ൻ്റെ അടുത്തെത്തി. സോ 1,800 പോകുമോ എന്ന് കണ്ട് തന്നെ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളതാണ്. റിലയൻസിൻ്റെ സ്ട്രെങ്ത് മാർക്കറ്റിന് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. ഇപ്പോൾ ചിലപ്പോൾ റിലയൻസിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയാം. അതുപോലെ തന്നെ റീസെൻ്റ്ലി റിലയൻസ് നിഫ്റ്റി 50ൽ 3ാം സ്ഥാനത്തേക്ക് പോയിരുന്നു, റൈറ്റ്? HDFCയിൽ നിന്ന് സെക്കൻഡ് ICICI റിലയൻസിന് വിട്ടു. ഞാൻ അറിഞ്ഞില്ല. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പം ലൈക്ക് എനിക്ക് തോന്നുന്നു നിഫ്റ്റി 50ൽ ആദ്യത്തെ 2 പൊസിഷനിൽ അതിൻ്റെ അകത്ത് അതെങ്ങനെയാണ് ശരിക്കും 3ാം സ്ഥാനത്ത് പോയെങ്കിലും റിലയൻസ് ജിയോ ഇൻഫോ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ളത്. ജിയോ ഇൻഫോം കൂടി കൂടിയിരുന്നെങ്കിൽ അവർ തന്നെയാണ് അടിപൊളി. ഇനിയിപ്പോൾ ജിയോയും കൂടി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂഷൻ കുറച്ചുകൂടി താഴെ പോകും എന്നുള്ളതാണ്. ആക്ച്വലി ഇത് പെട്രോ കെമിക്കലല്ലേ, ഇതിനകത്ത് പെട്രോ കെമിക്കലിൻ്റെ വാല്യൂ എന്തായാലും കുറഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുക. അതാണല്ലോ റിലയൻസിൻ്റെ മേജർ ബിസിനസ്. ആ വ്യത്യാസം എന്തായാലും മറ്റ് ജിയോ റിലയൻസ് കമ്പനികൾ കയറി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ന്യൂസസ് ബേസ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി ഒരു കറക്ഷൻ ഫേസിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് തോന്നുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ 100% ഉറപ്പിക്കലില്ല, ജസ്റ്റ് ഒരു പക്ഷേ ബിയറിഷ് ഫേസിലോട്ട് കടക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെ തീർച്ചയായിട്ടും. പക്ഷെ നല്ലൊരു വലിയൊരു കറക്ഷൻ അല്ല. നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ട് സിമെന്റ് സ്റ്റോക്കുകളൊക്കെ എടുത്തു വെച്ച ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് ഇന്നൊരാൾ പറഞ്ഞു 35% മുകളിൽ പ്രോഫിറ്റ് സിമെന്റ് സ്റ്റോക്കുകൾ കിട്ടിയെന്നാണ്. ഫിനാൻസ് സെക്ടേഴ്സ് ആഡ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഫിനാൻസിൻ്റെയൊക്കെ ഒരു 50% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സമയമായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലി അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫിനാൻസ് സ്റ്റോക്കുകൾ ചെറുതായിട്ടൊക്കെ കുറേശ്ശെ ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതൊക്കെ സെക്ടേഴ്സ് ബുക്ക് ചെയ്യണമെന്ന് മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ്സ് നോക്കിയിട്ട് മനസ്സിലാക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ FMCG സെക്ടറുകളാണ് കുറച്ച് സ്ട്രെങ്ത്ത് കൂടുതൽ കാണിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചാടിക്കയറി അത്തരം സെക്ടറുകളൊന്നും ആഡ് ചെയ്യുന്നില്ല, പുതിയ എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല. കറൻ്റ്ലി ക്യാഷായിട്ടിരിക്കാം, കുറച്ച് ക്യാഷായിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് തിരിച്ച് 22,000 ഒക്കെ വരികയാണെങ്കിൽ പൊളിക്കാം. അത്യാർത്ഥിയാണ്, എന്താ പറയുക, അത്യാഗ്രഹമാണ്. അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പറഞ്ഞൊരു 25,000 താഴെ ഒരു 24,800 ലെവലിലേക്കൊക്കെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോകും. അപ്പോഴാണ് മാർക്കറ്റ് സ്ട്രെങ്ത് വരുള്ളൂ എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഒരു സ്ട്രെങ്ത് ഇല്ലാതെ റൈറ്റ് വാല്യുവേഷനിലേക്ക് വരുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ ബ്രെഡ്ത്ത് നോക്കുമ്പോൾ, അതായത് കൂടുതൽ സ്റ്റോക്കുകൾ 200-day മൂവിങ് ആവറേജിന് മുകളിലാണോ നോക്കുമ്പോൾ നിഫ്റ്റി 50ൽ 60% സ്റ്റോക്കുകൾ 200-day മൂവിങ് ആവറേജിന് മുകളിലായിരുന്നു. പക്ഷേ ഇന്നത്തെ സെനാരിയോ, ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിൽ അത് വെറും 40 to 44%,
22 സ്റ്റോക്സ് എന്തുള്ളൂ 200-യുടെ മുകളിലുള്ളൂ. അപ്പോൾ 44% മാത്രമേ ഉള്ളൂ 200-യുടെ മുകളിലോട്ട് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഡാറ്റ അനുസരിച്ച്. അപ്പോൾ ഇത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് വീക്കറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഡാറ്റ പോയിന്റ്സ് ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ റീറ്റെയിലേഴ്സ് ഒരു ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവരെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാനിപ്പുലേറ്റേഴ്സ് പോയതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ആദ്യമാണെങ്കിൽ പറയാൻ പറ്റില്ല, ഇപ്പൊ അവരുടെ ഫണ്ട് ഉണ്ട്, അവർക്ക് എന്തും ചെയ്യും. അല്ല, ആദ്യമാണെങ്കിൽ ഈ സമയത്ത് ഇത് മാനിപ്പുലേറ്റേഴ്സിനെതിരെ ഇത്തരം നടപടികളൊക്കെ എടുത്തത് കൊണ്ട് ഒരു മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ബൗൺസ് ബാക്ക് ടെമ്പററി ആയിട്ട് പോലും ചിലപ്പോൾ വരണം എന്നില്ല. നാച്ചുറൽ മൂവ്സ് നമുക്ക് അടുത്ത 3 മാസത്തേക്കെങ്കിലും പ്രതീക്ഷിക്കാം. കാരണം അവർ റെസ്റ്റിലാണ്. അതെ, അവർക്ക് അടുത്ത സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ സെബിയുടെ കണ്ണ് വെട്ടിച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതായിരിക്കും. ഇത് ഭയങ്കര സിമ്പിളാണ്. സെബിക്ക് ഇത് നിയന്ത്രിക്കാനൊന്നും ഇത്ര വലിയ പ്രശ്നമില്ല. നമ്മൾ ഓൾറെഡി മാർക്കറ്റിൻ്റെ വ്യൂ കഴിഞ്ഞു. മാർക്കറ്റിൻ്റെ വ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇത് പറയാണ്, ഇപ്പോൾ മാനിപ്പുലേഷൻ നിർത്തണമെന്ന് സെബിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സെബി എന്ത് ചെയ്യണം? ഭയങ്കര സിമ്പിളാണ്. FPIസിൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനൊരു നിയമം വെച്ചാൽ തീരാവുന്ന പ്രോബ്ലം അല്ലേ ഉള്ളൂ. ഇക്വിറ്റിയിൽ 1 കോടി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവിലും 1 കോടി യൂസ് ചെയ്യാം. ഇതിനെ അതിൻ്റെ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നേരെ മറിച്ച് 4 കോടി ഇവിടെ ഇട്ടുന്നു, ഇവിടെ 400 കോടി ഇടുന്നു മാനിപ്പുലേറ്റ് ചെയ്യാൻ. ഇതാണ് മാനിപ്പുലേഷൻ. ഈ ഗെയിം സെബിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു നിയമം ഇറക്കിയാൽ പോരെ. ഈ നിയമം ഇറക്കാനുള്ള നിയമസാധ്യതകൾ തേടി അതിനുള്ള സൊല്യൂഷനിലോട്ട് വരണം. ഇപ്പോൾ നമ്മൾ കൺവെൻഷണൽ FPIs ഈ പറഞ്ഞ ബ്ലാക്ക് റോക്കും വാൻഗാർഡൊക്കെ എന്താ ചെയ്യുന്നത്? അവരെല്ലാം ഇവിടെ ഇൻവെസ്റ്ററാണ്. ഇന്ത്യ എന്ന് പറയുന്ന തീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ജെയിൻ സ്ട്രീറ്റ് എന്താണ്? ഇന്ത്യ എന്ന് പറഞ്ഞ തീമിലൊന്നും അവർക്ക് വിശ്വാസമില്ല. ഇന്ത്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അടിച്ചു മാറ്റി 10-50 രാജ്യങ്ങളിൽ F&O ട്രേഡ്സ് ചെയ്യുന്ന ഒരു ഫേമാണ് ജെയിൻ സ്ട്രീറ്റ് എന്ന് കൂടി നമ്മൾ ചെയ്യണം. ജെയിൻ സ്ട്രീറ്റിൻ്റെ ക്യാപിറ്റൽ ആരുടേതാണ് എന്നുള്ളതിലാണ് അറിയില്ല. അവിടെയാണ് ഒരു ദുരൂഹത. അപ്പോൾ പലരും പറയുന്നത് ഇത് ഇന്ത്യയിലെ തന്നെ പൊളിറ്റീഷ്യൻസിൻ്റെ ഫണ്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതോടുകൂടി ജെയിൻ സ്ട്രീറ്റ് അങ്ങോട്ട് ഇല്ലാതെയാകും എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജെയിൻ സ്ട്രീറ്റിന് നല്ല വെടിപ്പായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നല്ല പബ്ലിസിറ്റി ആയേ. ഇനി എന്ത് ചെയ്യുമെന്നറിയോ? നല്ല കാശുള്ള വലിയ കോടീശ്വരന്മാരും വലിയ ഫാമിലി അക്കൗണ്ട്സ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള വലിയ കാശുള്ളവരൊക്കെ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഓഫീസൊക്കെ തപ്പി ജെയിൻ സ്ട്രീറ്റിനെ കണ്ടുപിടിച്ച് ഞങ്ങൾ കുറച്ച് കാശ് തരാം, ഇച്ചിരി മാനിപ്പുലേറ്റ് ചെയ്ത് കൂടുതൽ കാശുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച് അവരെ പോയി കാണുകയും അവർക്ക് കൂടുതൽ ബിഗ് ഫണ്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടുകൂടി ജെയിൻ സ്ട്രീറ്റ് തലവര തന്നെ തെളിയാനായിട്ട് സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും, ഉറപ്പായിട്ട് സംഭവിക്കും. എന്നാൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 1000 കോടി രൂപയുണ്ട് എന്ന് വിചാരിക്കും. എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല, ജെയിൻ സ്ട്രീറ്റ് ഇട്ടുണ്ടാക്കി ജെയിൻ സ്ട്രീറ്റിന് ഒരു 500 കോടി കൊടുത്തു കഴിഞ്ഞാൽ ജെയിൻ സ്ട്രീറ്റ് കൂടുതൽ ലാഭം തന്നാലോ. അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയില്ല. ഇന്ത്യ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ അവരെ കുറച്ച് ഫണ്ടുമായിട്ട് പോയിട്ട് അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്, സംഭവിക്കും. അപ്പോൾ വലിയ ഫണ്ടേഴ്സ് പലരും സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയിടുന്നതെന്ന് ഒരു 10% എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അതെ, പോവാണെങ്കിൽ എന്താ പറയുക, പോട്ടെ, കിട്ടുകയാണെങ്കിൽ ലോട്ടറി. അപ്പോൾ ജെയിൻ സ്ട്രീറ്റിന് കൂടുതൽ ഫണ്ടുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഫണ്ടുകൾ ഉൾപ്പെടെ കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സാധാരണക്കാരുടെ ജീവിതം അവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണല്ലോ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ മാർക്കറ്റ് മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. ജെയിൻ സ്ട്രീറ്റ് കാണണ്ട, മിക്കവാറും പിടിച്ചുകൊണ്ട് പോകും ജെയിൻ സ്ട്രീറ്റ്. അല്ല, ഉറപ്പ്. ഇത് ജെയിൻ സ്ട്രീറ്റിനെ ഇപ്പോൾ എത്ര വലിയ കാശുകാർ ഓൾറെഡി വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം, കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഗൂഗിളിൻ്റെ സെർച്ചിങ് ഡേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജെയിൻ സ്ട്രീറ്റ് ഓഫീസ് എന്നൊക്കെ വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് വന്നിട്ടുണ്ടാവും, ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളതാണ്. Q1 റിസൾട്ടുകളുടെ കാലമാണ്. റിസൾട്ടുകൾ വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഡിസിഷനിലോട്ട് പോകാം. ന്യൂ എൻട്രീസ് ഒന്നും കറൻ്റ്ലി ഇല്ല. ഓൾറെഡി താഴെ ബുക്ക് ചെയ്തെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിങ് പുതിയതായിട്ട് കയറാൻ നല്ല സമയമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് ബ്രെഡ്ത്ത് 50% താഴത്തോട്ട് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ സ്വിങ് ട്രേഡുകൾ ഒട്ടും തന്നെ സജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അത് എല്ലാവരോടും പറയാം. ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 10-20% ബുക്ക് ചെയ്ത് വേണമെങ്കിൽ തുടങ്ങാം. ഫൈൻ.
ഇനി ഇവിടെ നിന്ന് മുകളിൽ പോകുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഒന്നും ഷുവർട്ടിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ കറണ്ട് സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ എല്ലാവരും അവരുടെ നല്ല പ്രോഫിറ്റ്സ് ഉള്ള സ്റ്റോക്കുകൾ ബുക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. എക്സിറ്റ് ക്രൈറ്റീരിയ കൂടി അവർ നോക്കുക. അതെ, എനിക്ക് തോന്നുന്നു ഈ ഫിനാൻസിൽ ജസ്റ്റ് കറക്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്താണ് ഇപ്പോൾ വീണ്ടും ഡേഹയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഡേഹൈ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യുന്ന മണ്ടത്തരാണെന്നുള്ളൊരു ഇപ്പോൾ ഒരു കൺസെപ്റ്റ് ആയിരിക്കും എല്ലാവർക്കും. എല്ലാ സെക്ടറുകളും നിഫ്റ്റിയുടെ കൂടെ അതേ ട്രെൻഡൊന്നും അല്ല തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സെക്ടറുകളെ പരിഗണിക്കാം. ഫിനാൻസിൽ ഞാൻ പറയും ഒരു പകുതിയെങ്കിലും അല്ലെങ്കിൽ ഒരു 25% ബുക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. താഴ്ത്തുനിന്നാണ് നിങ്ങൾ ബൈ ചെയ്തതെങ്കിൽ. താഴ്ത്തുന്ന ബൈ ചെയ്ത എല്ലാവർക്കും എന്തിനാ മിക്ക സ്റ്റോക്കുകളും 20% മുകളിൽ. എന്തിനാ ബാങ്ക് ബീസ് പോലും എനിക്ക് 19% എന്തോ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 50% ആണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് എന്താണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഒരു അടുത്ത ബുൾറാലി മാർക്കറ്റിൽ വരണം. ബുൾറാലി വരുമ്പോൾ അവരെ ലീഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. ചെറിയ ചെറിയ റിട്ടേൺസ് ഒക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇതാണ് ഈ റൗണ്ടിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ വെറും ട്രയൽ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദ റിയൽ ഗ്രോത്ത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ 2026-27 കാലഘട്ടങ്ങളിലാകാം ചിലപ്പോൾ വരുന്നത്. ഇപ്പോൾ ലോകം നേരിടുന്ന ഈ ഫിനാൻഷ്യൽ ക്രൈസിസുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ട്രംപിൻ്റെ അവസാനത്തെ 2 കൊല്ലം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനത്തെ 2 കൊല്ലത്തിലായിരിക്കും ചിലപ്പോൾ അടുത്ത ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ബുൾ റാലിയിൽ ഇന്ത്യനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഐ ഫീൽ ഇറ്റ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആയിരിക്കാം നമ്മളെ ഇപ്പോൾ നമ്മുടെ US-നെ ലീഡ് ചെയ്തത്. കഴിഞ്ഞ ബുൾ റാലി ഫുൾ US-നെ ലീഡ് ചെയ്തത് US-ൻ്റെ ഡിജിറ്റൽസ് അല്ലേ, ഈ പറയുന്ന ഫേസ്ബുക്ക് പോലുള്ള ഗൂഗിൾ പോലുള്ള കമ്പനികൾ. അപ്പോൾ അങ്ങനൊരു സ്പേസ് ഇന്ത്യയിലുണ്ട്. ആ സ്പേസ് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഡിഫൻസ് സ്റ്റോക്കുകൾ ഇപ്പോൾ ഈ ഒരിടയ്ക്ക് കയറിയ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകൾ ഒരു ഹൈക്ക് വന്നിരുന്നു. അതൊക്കെ ബുക്ക് ചെയ്ത് മാറ്റാം എന്നുള്ളത് ഉറപ്പായിട്ടും അത് ബുക്ക് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ആ യുദ്ധത്തിൻ്റെ ഫിയർ കൊണ്ട് വന്നൊരു റാലിയാണ്. അപ്പോൾ അവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ മൊത്തത്തിൽ സംഭവിച്ചേക്കാം. എന്നിട്ട് അടുത്ത യുദ്ധം വരുമ്പോൾ എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്, അടുത്ത റാലിയിലെ ഡിഫൻസ് കൂടുതൽ വാല്യുവേഷൻ നോക്കുക. ഓവർ വാല്യൂഡ് ആയിട്ടെല്ലാം ഈ സമയത്ത് ബുക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റി. വാല്യുവേഷൻ നോക്കുക, നിങ്ങളുടെ സ്റ്റോക്ക് റൈറ്റ് വാല്യുവേഷനിലാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുക. ആഫ്റ്റർ ദാറ്റ് ഹയർ വാല്യുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്സ് ആണെങ്കിൽ കുറച്ചേച്ച് ബുക്ക് ചെയ്തിട്ട് ബാക്കി കീപ്പ് ചെയ്യുക. ഈ ഒരു രീതി അവലംബിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നെക്സ്റ്റ് വീക്ക് എന്താണ് മാർക്കറ്റ്. യെസ്, നാളെ ഫ്രൈഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രൈഡേ അപ്ഡേറ്റ്സ് നമുക്ക് സൺഡേ തരാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളത്തെ മാർക്കറ്റ് വളരെ ക്രൂഷ്യലാണ്. ഇന്നത്തെ ഡേയുടെ ഫോളോ അപ്പ് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് 24,800 24,500 ലെവലിലോട്ടൊക്കെ മാർക്കറ്റിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളെ ഒരു ക്രൂഷ്യൽ ഡേ തന്നെയാണ്. അപ്പം നാളെ എന്തായിരിക്കും മാർക്കറ്റിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടു അറിയാം അല്ലേ. പ്രത്യേകിച്ച് പ്രഡിക്ഷൻസ് ഒന്നും ഇല്ല. ഓൾറെഡി ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് വീഴേണ്ട ഒരു മഴത്തുള്ളി വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. ഡിസ്ട്രിബ്യൂഷനാണ്. ചിലപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്നേക്കാം. എന്നിട്ടായിരിക്കും ഒരു ഫാൾ വരുന്നത്. ചിലപ്പോൾ ഒറ്റയ്ക്ക് വരണമെന്നില്ല, ഗ്രാജുവലി വന്നേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെങ്കിൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് ഞാൻ പറയും സെല്ലേഴ്സിനും ബയ്യേഴ്സിനും ചിലപ്പോൾ ഈ മാനിപ്പുലേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത 3 മാസം ചിലപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്പർ ഓഫ് ട്രേഡ്സ് കുറവാണ് മാർക്കറ്റിൽ, എന്നാൽ ഉള്ള ട്രേഡ്സ് ഭയങ്കര അടിപൊളി ട്രേഡ്സ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്താ പറയുക, ഒരു നല്ല ദിനങ്ങൾ വരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സ് ചെറുതായിട്ട് തലപൊക്കി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് കണ്ടു തന്നെ അറിയാം. മാനിപ്പുലേഷൻസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മാർക്കറ്റ് പോകട്ടെ, നന്നായിട്ട് പ്രോഫിറ്റുകൾ കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.